നമ്മളുടെ ജീവിതത്തിൽ ഒരു ദിവസം തന്നെ പല സമയത്ത് പല ആളുകളെ ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ജീവിത വിജയം എന്ന് പറയുന്നത് ഡീലിംഗ് ദ പേഴ്സൺ എന്നാ പറയാം. നമുക്ക് ആളുകളെ എങ്ങനെ എവിടെയൊക്കെ വെച്ച് ഏത് തരത്തിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നു, അതിൽ സക്സസ് ആണെങ്കിൽ ജീവിതം തന്നെ സക്സസ് എന്നാ പറയാം. നമ്മൾ പറയും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, PD എന്ന് പറയാം. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും ചിലരൊക്കെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ PDയേക്കാൾ എത്രയോ മേധയാണ് DP. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് PD ആണെങ്കിൽ DP ഡീലിംഗ് ദ പേഴ്സൺ ആണ്. അപ്പോൾ 100ൽ 85% ഡീലിംഗ് ദ പേഴ്സൺ എന്ന് പറയുന്നതിന് പ്രാധാന്യം കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു മനുഷ്യനെ പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് നടക്കാത്തൊരു കാര്യമാണ്. കാരണം ഓരോ മനുഷ്യരിൽ നിന്ന് വിഭിന്നരാണ്, വ്യത്യസ്തരാണ്, വളരെ ഡിഫറൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും കുറഞ്ഞ നന്മകൾ നമ്മൾ സ്വീകരിക്കുകയും കൂടുതൽ അനിഷ്ടങ്ങളെ സഹിക്കുകയും വേണ്ടി വരും. പലപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ഇണബന്ധത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അതുപോലെ പാർട്ണർഷിപ്പിൽ നമ്മൾ വ്യാപകമായി കാണുന്നുണ്ട്. ഇനി മക്കളും രക്ഷിതാക്കളും തമ്മിൽ കാണുന്നുണ്ട്, ഫ്രണ്ട്സുകൾ തമ്മിൽ കാണുന്നുണ്ട്, ഇനി കൊളീഗ്സ്, സഹപ്രവർത്തകർ, ഒരു സ്ഥാപനത്തിലെ സഹപ്രവർത്തകർ തമ്മിൽ കാണുന്നുണ്ട്. എവിടെയായാലും നമുക്ക് മല കയറി കാട്ടിൽ പോയി തപസ്സിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ജീവിതം നയിക്കുക സാധ്യമല്ലാത്തൊരു ലോകമാണിത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഉണരുമ്പോൾ തന്നെ നമ്മൾ ആളുകളെ ഡീൽ ചെയ്യാൻ തുടങ്ങണം. അത് ചിലപ്പോൾ സഹധർമ്മിണിയോ രക്ഷിതാക്കളോ മക്കളോ ആയിരിക്കും. അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നാട്ടിലെ അയൽപക്കത്തെ നാട്ടുകാരെ, അങ്ങനെ യാത്രക്കാരെ ഒരു ദിവസം പൂർത്തീകരിക്കുമ്പോൾ ഒരു 100 കണക്കിന് ആളുകളെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. അപ്പം അവിടെ ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടങ്ങൾ കൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു ലോകം. നമ്മൾ പറയാം, ഇപ്പോൾ ഒരു 10 ഗ്രാം സ്വർണത്തിൻ്റെ കലർപ്പുള്ള മാലിന്യമുള്ള മണ്ണ് കലർന്ന അയിര് നമുക്ക് ലഭിക്കാൻ എത്രയാ 1, 2, 3 ടൺ മണ്ണും പൊടിപടലങ്ങളും അതുപോലെ തന്നെ മാലിന്യങ്ങളും നമ്മൾ സഹിക്കേണ്ടി വരും. അങ്ങനെയാണ് അത് കുഴിച്ചെടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യരുന്ന. കാരണം അവരുടെ ഉള്ളിൽ നിന്ന് ആ സംസ്കരിച്ച സ്വർണം പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട, തങ്കം പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ആ സംഭവത്തെ പുറത്തെടുക്കാൻ കുഴിച്ചെടുക്കുകയാണല്ലോ, അല്ലെങ്കിൽ എക്സ്കവേഷൻ, നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ആഴത്ത് പോയിട്ട് തപ്പിയെടുക്കുകയാണല്ലോ. അതൊരു വല്ലാത്ത പ്രോസസ്സാണ് ഓരോ മനുഷ്യന്മാരെയും. ഇത് കുറച്ച് ക്ഷമയോടുകൂടി, കുറച്ച് സഹനത്തോടു കൂടി ആ സ്വർണം കിട്ടാൻ വേണ്ടി നമ്മളെടുക്കുന്ന വല്ലാത്ത കുറേ പ്രോസസ്സും പ്രക്രിയകളുണ്ടല്ലോ, ക്ഷമാപൂർണമായ പരിപാടികൾ, യജ്ഞങ്ങൾ, സാഹസങ്ങൾ, ശ്രമങ്ങൾ. ഇത് തന്നെയാണ് ഓരോ മനുഷ്യരെയും നമ്മുടെ ആ നന്മയെടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. അവർക്കും നമുക്കും ഒരുമിച്ച് ജീവിച്ച് വിജയിച്ച് പോകാനുള്ള ഒരു സന്ദർഭവും സാഹചര്യവും ഒരു ബന്ധവും ഒരുക്കുക എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ നോക്കുക, നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ആളുകളെ നന്നാക്കാൻ ശ്രമിക്കും അല്ലേ? മലയാള സമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ഒരു കുറ്റം കണ്ടാൽ ആ കുറ്റം ഒന്നുകൂടെ ഊന്നി അങ്ങോട്ട് പറയും. എന്തടാ പല തവണ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി ഒന്നുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു റിബലിയൻ ആറ്റിറ്റ്യൂഡ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ പ്രതികരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവരപ്പം തന്നെ പ്രതികരിച്ചിരിക്കും. ഇനി പ്രതികരിക്കാൻ പറ്റാത്ത ചെറിയ കിടാങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു മുറിവായി, വേദനയായി, സങ്കടമായി, കണ്ണീരായി, നമ്മളുള്ള ഒരു ഈർഷ്യയായി അത് അവിടെ കിടക്കും. ഇതൊക്കെയാണ് PAB, പാസീവ് അഗ്രസീവ് ബിഹേവിയർ എന്ന വലിയ മാനസിക പ്രയാസങ്ങൾ പോലും ആയിട്ട് രക്ഷിതാക്കളുടെ നേരെ തിരിച്ചു കുത്തുന്ന ഒരു രീതി തന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്നത് എന്ന് പറയാറുണ്ട്. PAB, പാസീവ് അഗ്രസീവ് ബിഹേവിയർ. അപ്പോൾ എന്താ പറയുക, ആ കുറ്റപ്പെടുത്തി നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പം കുറ്റങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ചെയ്യുക. അവിടെ നമുക്ക് മനുഷ്യന് നിന്ദിക്കുക അസഹ്യമാണല്ലോ, നമുക്കറിയാലോ. നമ്മെ നിരുത്സാഹപ്പെടുത്തുക, നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം, അത് നമുക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മെ അവഗണിക്കുക, ഒരു മനുഷ്യനെ കൊല്ലുന്നതിലും വലുതാണ് അവഗണിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവഗണനയും നിന്ദയും നിരുത്സാഹവും ഒക്കെ ഒരു മനുഷ്യർക്കും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. നമുക്കിഷ്ടമല്ലാത്ത പോലെ തന്നെ ആർക്കും ഇഷ്ടമല്ല. അത് എമ്പതറ്റിക്കലി നോക്കിയാൽ മതി. ഒരു അനുതാപ, ഒരു സമതാപത്തോടുകൂടി മറ്റുള്ള ആളുകളെ എനിക്കെന്ത് ഇഷ്ടം എന്ന് വിചാരിച്ച് അവരെ നോക്കിയാൽ മതി. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താ? നമ്മുടെ ഉള്ള കാര്യങ്ങളെ ഒന്ന് അഭിനന്ദിച്ചാൽ, ഒരു അപ്രിഷിയേഷൻ കിട്ടിയാൽ നമുക്ക് വല്ലാത്തൊരു സുഖമാണ്. ആ സുഖം എന്തുകൊണ്ടാണെന്നറിയോ? അപ്രിഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഹോർമോൺ
താഴെ മുതൽ മുടിനാരിഴ വരെ, കാലിൻ്റെ ചെറുവിരൽ മുതൽ ഇങ്ങോട്ടേക്ക് മേലോട്ടേക്ക് ശരീരമാസകലം ജീവകോശങ്ങളും രോമകൂപങ്ങളും ഒക്കെ ഇളക്കി മറിച്ചുകൊണ്ട് നമ്മുടെ തലനാരിഴ, മൂർധാവിലെ തലനാരിഴ വരെ പ്രവഹിക്കുന്ന ഒരു സെറട്ടോണിൻ എന്ന് പറയുന്ന പോസിറ്റീവ് ഹോർമോണാണ് ഒരു അപ്രിഷിയേഷൻ്റെ ഫലമായി നമ്മളിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഒരു അപ്രിഷിയേറ്റ് ചെയ്യപ്പെട്ടാൽ ആ അപ്രിഷിയേഷൻ ചെയ്ത ആളെ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. മാത്രമല്ല പിന്നെ അദ്ദേഹത്തിലേക്ക് അടുക്കാനും അദ്ദേഹത്തിൻ്റെ അപ്രിഷിയേഷൻ വീണ്ടും വീണ്ടും ലഭിക്കാനുള്ള ഒരാസക്തി, ഒരു ആർത്തി, അല്ലെങ്കിൽ അപ്രിഷിയേഷൻ ഹങ്കർ, ഒരു ദാഹം, ഒരു വിശപ്പ് നമ്മളെ ഉള്ളിലുണ്ടാകുന്ന അത്രയും അടിപ്പെടും, അത്രയും അഡിക്ഷൻ ഉണ്ടാക്കുന്നതാണ് ഈ ഹോർമോൺ, സെറട്ടോണിൻ ഹോർമോൺ. ഈ ഹോർമോണൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ രോഗങ്ങൾ തന്നെ പമ്പ കിടക്കും. നമ്മുടെ വിഷാദാവസ്ഥ, നമ്മുടെ ഡിപ്രഷനാവസ്ഥ, നമ്മുടെ മനസ്സിലെ കുടിലത, നമ്മുടെ പാപം നിറഞ്ഞ് നമ്മുടെ മനസ്സിനെ കറുത്തിരുണ്ടതാക്കുന്ന, മാലിന്യപ്പെടുത്തുന്ന ആ അവസ്ഥ, ഇതൊക്കെ നീക്കം ചെയ്യാൻ ഒരു അപ്രിഷിയേഷൻ കിട്ടിയാൽ മതി എന്ന്. അപ്പോൾ നിരന്തരം ഒരാളെ അപ്രിഷിയേറ്റ് ചെയ്ത്, അപ്രിഷിയേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ വേണ്ട, അത് മുഖസ്തുതി അല്ല, ഫ്ലാറ്ററിങ് അല്ല. പലപ്പോഴും അത് രണ്ടും തമ്മിൽ ചെറിയ നൂലേഴേൻ്റെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരിയായ ഒരു അപ്രിഷിയേഷൻ അല്ല കൊടുക്കുന്നതെങ്കിൽ അത് ഫ്ലാറ്ററിങ് ആവും, മുഖസ്തുതി ആവും. അത് ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള വിവേകം പലർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ ചെയ്യുന്നത് ഒരു പാപമാണ്, അല്ലെങ്കിൽ നമ്മുടെ നിലവാര തകർച്ചയാണ്, ഒരു മാന്യൻ ചെയ്യാത്ത പ്രവൃത്തിയാണ്. അപ്പം നമ്മൾ അപ്രിഷിയേഷൻ എന്ന് പറഞ്ഞാൽ അവരിലുള്ള കാര്യം ഉള്ളതുപോലെ ഇഷ്ടത്തോടു കൂടി അവരെ പറഞ്ഞറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അപ്രിഷിയേഷൻ ഈസ് ദ ഷോർട്ട് കട്ട് ടു സക്സസ് എന്നൊരു അർത്ഥവാക്യമുണ്ട്. വിജയിക്കാൻ പോകുന്ന ആളുകളുടെ മുഖലക്ഷണം തന്നെ അഭിനന്ദിക്കുക എന്നുള്ളതാണ്, നിന്ദിക്കുക എന്നുള്ളതല്ല, ഡിപ്രിഷിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, കുറ്റപ്പെടുത്തി നന്നാക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മളെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ തീരുമാനം നമ്മൾ എടുത്തിട്ട്, ഇത് കേൾക്കുന്ന സമയത്തെങ്കിലും, പലപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തി നന്നാക്കാൻ ശ്രമിക്കുന്നവരാണ് മലയാളികൾ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്നാൽ ഒരുപാട് ആളുകൾ ഇതിൻ്റെ മാസ്മരികത മനസ്സിലാക്കിക്കൊണ്ട്, ഇതിൻ്റെ വശ്യത മനസ്സിലാക്കിക്കൊണ്ട്, ഇതിൻ്റെ അട്രാക്റ്റീവായിട്ടുള്ള ആ ജീവിതത്തിൻ്റെ സാഫല്യം മനസ്സിലാക്കിക്കൊണ്ട് അഭിനന്ദിച്ച് അഭിനന്ദനം തന്നെ മുഖലക്ഷണമാക്കി മാറ്റിയ, വിജയികളാക്കി മാറ്റിയ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ കണ്ടുപഠിക്കാനും അവരെ അനുകരിക്കാനും നമ്മൾ ശ്രമിക്കണം. കാരണം എന്താണെന്നറിയോ, ഒരു കയ്യടിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു കാര്യത്തിന് കയ്യടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരു അസൂയോട് നോക്കും. എന്തിനാണ് അവനെ വിജയിപ്പിക്കുന്നത്, എന്തിനാണ് അവനെ നന്നാക്കി പറഞ്ഞിട്ട് അവൻ എന്നേക്കാളും മേലെ പോവില്ലേ എന്ന് നമ്മൾ ആലോചിച്ചു പോകും. കാരണം അങ്ങനെയാണ് നമ്മുടെ പ്രത്യേകിച്ച് മലയാളി മനസ്സൊക്കെ പോകുന്നത്. അപ്പോൾ കൈയടിച്ചാൽ കൈവെള്ളയിലെ പ്രഷർ പോയിൻറ്റ്സ്, അക്യുപ്രഷറിലും നമ്മൾ പഠിപ്പിക്കുന്നത്, കൈവെള്ളയിലും കാൽവെള്ളയിലുള്ള പ്രഷർ പോയിൻറ്റ്സിൽ നമ്മൾ പ്രഷർ മർദ്ദം കൊടുത്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഫലമായി നമ്മുടെ ഉള്ളിൽ സെറട്ടോണിൻ ഹോർമോൺ പ്രവഹിക്കും. ഇതുപോലെയുള്ള പോസിറ്റീവ് ഹോർമോൺസ് നമുക്ക് കിട്ടും. മാത്രമല്ല നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, ഉള്ളിലുള്ള അവയവങ്ങൾക്കുള്ള കേടുപാടുകൾ തീർക്കാൻ മാത്രമുള്ള ആ പോസിറ്റീവ് ഹോർമോൺസും പോസിറ്റീവ് എനർജിയും നമ്മൾ തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ കൈയടിക്കുന്നത്. മാത്രമല്ല കൈയടിച്ചുകൊണ്ട് ആർക്കും കരയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കൈയടിച്ച് നോക്കുക, നമ്മളൊന്ന് കൈയടിച്ച് നോക്കുക, തുടരെ കൈയടിച്ച് നോക്കുക. നമ്മൾ അറിയാതെ നമ്മുടെ മുഖം വളരെ വലിഞ്ഞു മുറുകിയ, അതുപോലെ തന്നെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മൂഡിലാണെങ്കിൽ പോലും നമ്മളറിയാതെ മുഖം ആ ഒരു സുസ്മേരവദനായിട്ട് ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി, ഒരു എനർജി നമ്മുടെ മുഖത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും വശ്യതയും അട്രാക്ഷനും ഒരു സക്സസ്സിലേക്ക് നമ്മെ എളുപ്പം കുറുക്കുവഴി തീർക്കുന്നതുമായിട്ടുള്ള അപ്രിഷിയേഷൻ ഈസ് ദ ഷോർട്ട് കട്ട് ടു സക്സസ് എന്ന് പറയുന്ന ബൈപ്പാസ് നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദമാക്കുക, അതുപോലെ തന്നെ അടയാളമാക്കുക, ജീവിതത്തെ എല്ലായിടത്തും ബന്ധങ്ങളെ ഊഷ്മളമാക്കാനും ജീവിതത്തെ ഏറ്റവും സുന്ദരമാക്കാനും സൗഹൃദത്തിൻ്റെ ഏറ്റവും മനോഹാരിത ആസ്വദിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറാക്കുക.